വിശദമായി നോക്കാം. കാസർഗോഡ് എരഞ്ഞിപ്പുഴയിൽ കുളിക്കാനിറങ്ങി കാണാതായ 3 വിദ്യാർത്ഥികളിൽ 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. റിയാസ്, യാസിൻ എന്നിവരാണ് മരിച്ചത്. ഒരു കുട്ടിക്കായി ഫയർഫോഴ്സും നാട്ടുകാരും തെരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി KV ബൈജു നമുക്കൊപ്പം ചേരുന്നു. ബൈജു, അതിദാരുണമായ സംഭവമാണ്. 2 കുട്ടികളുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നു. ഒരാൾക്കായുള്ള തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? ഇന്ന് ഉച്ചയോടുകൂടിയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. എന്തായാലും ദാരുണമായ സംഭവത്തിൽ 2 കുട്ടികൾ മരണപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സിദ്ദിഖിന്റെ മകൻ റിയാസ്, അതുപോലെ തന്നെ അഷ്റഫിന്റെ മകൻ യാസിൻ, ഇവരെല്ലാം ബന്ധുക്കളാണ്. 3 പേരും ഈ എരിഞ്ഞിപ്പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ സമയത്ത് അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇവിടെ വലിയ തോതിൽ അടിയൊഴുക്കും അതുപോലെ തന്നെ പാറ കൂട്ടങ്ങളൊക്കെ ഉള്ളൊരു പുഴയാണ് എരിഞ്ഞിപ്പുഴ. അവിടെയാണ് ഈ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അപകടത്തിലുണ്ടായത്. ഏതായാലും നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ കാണാതായ മജീദിന്റെ മകൻ സമദിനായുള്ള തിരച്ചിലാണ് ഊർജിതമാക്കിയിട്ടുള്ളത്. കുറ്റിക്കോലിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരും തിരച്ചിൽ നടത്തുന്നുണ്ട്. ഏതായാലും ഈ മരണപ്പെട്ട റിയാസിന്റെയും യാസിന്റെയും മൃതദേഹങ്ങൾ ചെർക്കളയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ 3 പേരും ബന്ധുക്കളാണ്. ഇവർ ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ പുഴയിൽ ഇത്തരത്തിൽ കുളിക്കാൻ ഇറങ്ങിയത്. ഏതായാലും ഈ ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശരി, KV ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.